ഞാന് കോളേജിലായ കോളേജില് മലയാളം എക്സാം ആയിരുന്നു എല്ലാവർക്കും ഏറ്റവും പേടി ഉണ്ടായിരുന്നു എക്സാം. കാരണം എന്താന്ന് വെച്ചാല് മലയാളത്തില് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം ഉണ്ടാവും ഫസ്റ്റ് ഇയറിൽ. അതായത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, ഹിന്ദി, മലയാളം, അറബിക്ക്. ഇതിലേതെങ്കിലും ചൂസ് ചെയ്യാം. അറബിക്കൊക്കെ എടുത്തു. ഞാൻ പിന്നെ ലൈല മാമിന്റെ പ്രിയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ മലയാളം എടുത്തു. അപ്പൊ മലയാളത്തിൽ എന്താന്ന് വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു മിസ്കൺസെപ്ഷൻ ആണോ അതോ എന്താന്ന് അറിയില്ല, പക്ഷെ വലിച്ചു വാരി എഴുതിയാലാണ് മാർക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോ ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമ്മൾ ആൻസർ എഴുതിയാലും ആൻസർ അത്ര ഒരു ഗാംഭീര്യം ഒന്നും ഇല്ലെങ്കിൽ ഇവര് മാർക്കൊന്നും തരൂല. അങ്ങനത്തെ ഒക്കെ ഒരു കറക്ഷൻ ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞു. അപ്പൊ നമ്മള് ഞാനൊക്കെ മറ്റേ 10th നിന്നാണ് ലാസ്റ്റ് മലയാളം നിർത്തിയത്. +1 +2 മലയാളം ഇല്ല. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ മലയാളം എഴുതണം. അപ്പൊ ഇങ്ങനെ വളച്ച് എഴുതുമ്പോൾ കൈയൊക്കെ വേദന. പിന്നെ അത് ആലോചിച്ച് ഇതിക്ക് എത്തിച്ച് എഴുതണ്ടേ. തിങ്കിങ് നീ അറബിക്കിലാവും. 2 കൊല്ലത്തെ ഗ്യാപ്പ് ആയപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മലയാളം ഒന്നും അങ്ങനെ ആരും പിന്നെ കോളേജിലൊന്നും അങ്ങനെ പഠിക്കൂലല്ലോ. നമ്മളങ്ങനെ പോവാ എക്സാം എഴുതാൻ പോരാന്നാണല്ലോ. അപ്പൊ എന്റെ അടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, റോസ്ന എന്നാ കുട്ടീന്റെ പേര്. ഞാൻ എപ്പോഴും മറക്കൂല. എന്റെ ക്ലാസ് അതെ എന്റെ ക്ലാസ്സിലെ കുട്ടിയാ. അപ്പൊ ഇവള് നല്ല അടിപൊളിയായിട്ട് മലയാളം ഇങ്ങനെ, അതും ഹാൻഡ് റൈറ്റിംഗ് വരെ നല്ല രസം അടിപൊളി ഇങ്ങനെ. അതായത് ഇവക്കൊക്കെ പറഞ്ഞാല് ഇന്ന് ഞാൻ എഴുതി മരിക്കും എന്നുള്ള രീതിയിൽ ഇവരൊക്കെ എക്സാമിന് തന്നെ വരിക. ഇവരിങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ എഴുതാം. എനിക്കൊരു സ്റ്റാർട്ടും എൻ്റെ ഒക്കെ കിട്ടിയാല് ബാക്കിയൊക്കെ ഞാൻ എങ്ങനെ എഴുതി കൂട്ടാൻ കുറെ ഇത് എന്തെങ്കിലും ഒന്ന് അറിയണ്ടേ, എന്താ ഇതിന്റെ ആൻസറിന്റെ ഒരു ഉറവിടം കണ്ട് കിട്ടണില്ല. അങ്ങനെ ഞാനിങ്ങനെ പരതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ ഈ കുട്ടീന്റെ ഒരു പെർസോണ പറഞ്ഞാല് ഇങ്ങനെ കയ്യൊക്കെ പേപ്പറിന്റെ മോളക്കൂടെ വെച്ച് പിന്നെ ആർക്കും കാണിച്ചു കൊടുക്കാതൊക്കെ ചെയ്ത. പക്ഷെ ഇന്നോടൊരു സോഫ്റ്റ് കോർണറാ. അപ്പൊ ഇങ്ങനെ കയ്യൊന്നും ഇങ്ങനെ വെക്കല്ല, ഇയാളെ നോക്കി എഴുതിക്കോക്കുള്ള ഞാനായിട്ട് കാണിച്ചല്ല, നീ കണ്ടിട്ട് എഴുതിക്കോന്നൊക്കെ. അപ്പൊ ഞാൻ കൊറേ ഒക്കെ നോക്കി. പക്ഷെ ഈ മറ്റേ എന്റെ സോഷ്യൽ എന്റെ കാനഡയിലെ ഈ എക്സാമിന്റെ ആ ഒരു അസ്വസ്ഥത പോലെ തന്നെ ഇങ്ങനെ നോക്കി എഴുതുന്നതിലൊരു സുഖം കിട്ടണില്ല. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, ഈ ആ പേപ്പർ ഒന്ന് തരും, ഞങ്ങൾക്ക് തിരിച്ചു തരാം. അപ്പൊ അവള് അതൊക്കെ പേപ്പറൊക്കെ വേണോ? ഭയങ്കര എന്തോ ഞാനും അല്ല വീടിന്റെ ആധാരമൊക്കെ ചോദിച്ചാൽ അതിനാണ് ഓരോ റിയാക്ഷൻ. അപ്പൊ ഞാൻ ഒന്ന് പ്രശ്നം പേപ്പർ. അപ്പൊ ഞാന് ഇതങ്ങോട്ട് പിടിച്ചു വാങ്ങി. ഇവള് എഴുതുന്നുണ്ട് ഒരു പേപ്പറിൽ, ബാക്കിയുള്ള പേപ്പർ ഞാൻ പിടിച്ചു വാങ്ങി. അതിൽ മെയിൻ പേജാണ് എന്റെ കയ്യിലെത്തിയത്. അപ്പൊ അതിൽ ഒരു പേജ് ഇവളെ പേരുന്തും ബാക്കിയുള്ള പേജസ് ഒക്കെ ആൻസേഴ്സും ആണ്. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ഫുള്ള് പാട്ടൊക്കെ പാടിയാണ്ട് അങ്ങനെ എഴുതി. എക്സാം സെറ്റായി ലാസ്റ്റ് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേനും ഇൻവിജിലേറ്റേഴ്സ് തുടങ്ങുമല്ലോ, ടൈ യുവർ പേപ്പേഴ്സ്, ഇനി പേപ്പർ കെട്ടിയിട്ട് എഴുതിയാൽ മതി പറഞ്ഞാണ്ട് ഇവരങ്ങ് തുടങ്ങും. അപ്പം ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് അരമണിക്കൂറല്ലേ, ഞാൻ വലിയ കാര്യമാക്കിയില്ലേ, അങ്ങനെ എഴുതന്നെ. അങ്ങനെ ലാസ്റ്റ് 15 മിനിറ്റൊക്കെ ആയപ്പോ എല്ലാരും കെട്ടിയാണ്, ഞാൻ മാത്രം കെട്ടിയിട്ടില്ല. അപ്പൊ കെട്ടിയിട്ട് എഴുതിക്കോ, കാരണം എനിക്കാണെങ്കിൽ നല്ലൊരു പേരൊക്കെ ഉണ്ട് കോളേജില്, കെട്ടിയിട്ട് എഴുതിക്കോ. അപ്പൊ സർ ഞാനാണ് ഇങ്ങനെ പരുതത്, കാരണം എന്റെ കയ്യിൽ ഇവിടെ പേപ്പർ ഉണ്ട്, അപ്പൊ ഇതൊക്കെ എത്തിക്കണം. അപ്പൊ ഞാൻ അങ്ങ് പരുത. അപ്പൊ ഇയാളൊന്നാണ്ട് എന്താ കെട്ടാനറിയില്ല ഇങ്ങോട്ട് മൂപ്പര് എന്നോടുള്ള ആ ഇഷ്ടം കൊണ്ട് ഞാൻ കെട്ടി തരാറുണ്ട്. മൂപ്പര് നൂലൊക്കെ എടുത്ത് ഓരോ പേപ്പറും എടുക്കുമ്പോണ്ട് 2 കവർ പേജ്, ഒന്നില് ഇന്റെ പേരും ഒന്നില് ഈ കുട്ടിന്റെ പേരും. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി ഇവര് ചീറ്റ് ചെയ്താണെന്ന്. കോപ്പി അടിക്കാല്ലേ, കാണിച്ചരട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് മൂപ്പരിത് ഫുള്ള് മടക്കാണ്ട് ഇന്റെ പേപ്പറാണ്ട് എടുത്താണ്ട് കൊണ്ടുപോയി ഓളാണ് ഫുള്ള് കഴിഞ്ഞിരിക്കുക. ഓളെ പേപ്പറും കൊണ്ടുപോയി. ഇപ്പം കുട്ടി ഫുള്ള് കരയാനൊക്കെ തുടങ്ങി. അതായത് എനിക്കൊണ്ട് ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം നേരിടും. ഞാൻ അന്നൊരു ബിഗ് ലെസൺ ആണ് പഠിപ്പിച്ചു കൊടുത്തത്. അതായത് എങ്ങനെ ഒരു പ്രശ്നത്തെ നേരിടാം ലെസൺ ഞാൻ ആ കൊച്ചിന് പഠിപ്പിച്ചു കൊടുത്തു. കൊച്ച് ഫുള്ള് കണ്ണെന്നൊക്കെ വെള്ളം. ഞാനാണ് പ്രശ്നമാക്കണ്ട, മൂപ്പരാണെങ്കില് ഇതിന് പ്രിൻസിപ്പൾ അടുത്ത് പോയിട്ട് നടക്കുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞാണ്ടാ പോയത്. ഞാൻ പറഞ്ഞ അതൊന്നും പോവില്ല, ഈ പ്രശ്നമാക്കല, ഞാൻ കുട്ടേട്ടനില്ലേ
എന്നൊക്കെയുള്ള രീതിയില് ഞാന് അങ്ങനെ എക്സാം കഴിഞ്ഞ് എല്ലാരും പോയി. ഞാന് സാറിന്റെ അടുത്ത് പോയിട്ട്, സാർ ലാസ്റ്റ് ചാൻസ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല, ആൻസർ ഒക്കെ എനിക്കറിയാം, നിങ്ങൾ ഇപ്പൊ ഒരു പേപ്പർ തന്നാ ഇതേപോലെ ഞാൻ എല്ലാം കരുതി തരും പറഞ്ഞു. എന്റെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് ഞാനത്. ആ ഒരു കോൺഫിഡൻസ് ഞാൻ ഒന്ന് അവിടെ ഇവിടെ ഒരു ഇത് വന്നപ്പോ ഞാൻ എടുത്തുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് എഴുതി. ഇപ്പൊ ഞാൻ ഒരു പേപ്പർ തന്നാ അതേപോലെ ഒരു അക്ഷരത്തെറ്റ് ഞാൻ ഈ എപ്പിസോഡ് നമ്മൾ ഓഡിയൻസിന് മനസ്സിലായി സെമീർ എന്ത് വലിയ ആരക്കള്ളനാണ്. അങ്ങനെ ചില സാഹചര്യം മൂലം പല ആൾക്കാരും സാഹചര്യത്തിന്റെ പുറത്ത് കള്ളനായി ജനിക്കുന്നതല്ല, സാഹചര്യങ്ങൾ കള്ളനാക്കുന്നതാണ്. അങ്ങനെ പിന്നെ മറ്റേ ഞങ്ങളെ പ്രൊഫസർ പറഞ്ഞു, അഞ്ഞു മേലെ അത് ട്രൈ ചെയ്യരുത്, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങള് രണ്ടാള് പേപ്പറും തന്നു. ഞങ്ങളത് കെട്ടി സബ്മിറ്റ് ചെയ്ത്. റോസിനെ ഹാപ്പി. ഞാൻ അന്നനെ ബിരിയാണി അന്നനെ കൊച്ചിന് ബിരിയാണിക്ക് വാങ്ങിയെടുത്ത് അവള് ഹാപ്പി, ഞാൻ ഹാപ്പി, എല്ലാരും ഹാപ്പി.